പത്തനംതിട്ടയിലേക്ക് പോകാം. ഒരുപക്ഷെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ച അത് പത്തനംതിട്ട കേന്ദ്രീകരിച്ചായിരുന്നു. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്നത്തെ ദിവസവും UDF കൺവീനർ പാർട്ടിയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന, മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതികരണം നടത്തിയതും അവിടെ നിന്നാണ്. ശ്രീ കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, പത്തനംതിട്ട കേന്ദ്രീകരിച്ച് കുറേ ചർച്ചകൾ, പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ ചർച്ചയാക്കാൻ UDF ശ്രമിച്ചിരുന്നു. എന്താണ് ഇതുവരെയുള്ള ചിത്രം ജില്ലയിൽ? കേരളത്തിലെ ആകമാനം രാഷ്ട്രീയ വിഷയം തീരുമാനിച്ച ജില്ല എന്നുള്ള തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് കേരളത്തിലെമ്പാടും ചർച്ചയായത്. അതിലൊന്ന് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം, അതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ അടക്കമുള്ളവയാണ്. എന്താ ജില്ലയുടെ മൊത്തത്തിലുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 10,62,756 പേർക്കാണ് വോട്ടവകാശം. ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ ആകെ വോട്ട് രേഖപ്പെടുത്തിയ ആളുകളുടെ എണ്ണം 46% പിന്നിട്ടിരിക്കുകയാണ്. നഗരസഭാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 50% പിന്നിട്ട പന്തളത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് കണക്കുകൾ പരിശോധിക്കുന്നതെങ്കിൽ പടക്കോട് ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുവരെയുള്ള സമയത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഉച്ചസമയമാണ്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്പവിശ്രമത്തിൻ്റെ നിലയിലേക്ക് ആളുകൾ മാറുന്ന ഈ സമയത്ത് ഞാനുള്ള നഗരസഭ 28-ാം വാർഡിലെ പോളിംഗ് ബൂത്തായ സെൻറ്റ് പീറ്റേഴ്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. വരുന്ന ആളുകൾക്ക് വേഗത്തിൽ വോട്ട് ചെയ്ത് മടങ്ങാവുന്ന സ്ഥിതിയാണുള്ളത്. നമുക്കിനി നഗരസഭാ അടിസ്ഥാനത്തിലുള്ള കണക്ക് പരിശോധിച്ചാൽ അടൂർ നഗരസഭയിൽ 44.81% ആളുകളാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ 45.35, തിരുവല്ലയിൽ 41.21 എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ. ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇലന്തൂരിൽ 46.47, റാന്നി 45.69, കോന്നി 46.13, പന്തളം 47.94, മല്ലപ്പള്ളി 42.89, പുളിക്കീഴ് 43.09, കോയിപ്പുറം 44.74 എന്നിങ്ങനെയാണ്. ഇനി അവശേഷിക്കുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും മുന്നണി പ്രവർത്തകരും പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളുമൊക്കെ തന്നെ ലിസ്റ്റ് പരിശോധിച്ച് ഇനി വോട്ട് ചെയ്യാൻ ആരൊക്കെയുണ്ട്, അതിൽ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ഇടയുള്ളവർ ആരൊക്കെയുണ്ട് എന്ന് നോക്കിക്കൊണ്ട് അവരെ ഫോണിലൂടെയോ അല്ലാതെയോ ബന്ധപ്പെട്ട് പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. എന്തായാലും സമാധാനപരമായി മുന്നോട്ട് നീങ്ങുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ് നടപടികൾ. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ്, 1-2 ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുമായി ബന്ധപ്പെട്ട പരാതികൾ ജില്ലയിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ചു.